സെക്രട്ടേറിയറ്റ് യോഗത്തിനിടയിലാണ് അല്പസമയമെങ്കിലും വന്ന് മാധ്യമങ്ങളെ കണ്ടുപോയത് എം വി ഗോവിന്ദന്. പക്ഷേ ആ സെക്രട്ടേറിയറ്റിൽ എന്ത് നടന്നു എന്ന് അദ്ദേഹം വിശദീകരിച്ചിരുന്നില്ല. ഇപ്പോൾ അതിനകത്ത് നടന്നത് പുറത്തു വരുന്നു. എന്തൊക്കെ സംഭവിച്ചു ഇന്ന് തോൽവി വിലയിരുത്താൻ ചേർന്ന ആദ്യ യോഗത്തിൽ? ആ യോഗം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ സമീപകാലത്തൊന്നും CPM-ന്റെ സംസ്ഥാന നേതൃയോഗം ഇങ്ങനെ നീണ്ടുപോയിട്ടില്ല. രാവിലെ ഏതാണ്ട് 10:15 ആരംഭിച്ച യോഗമാണ്. ഉച്ചയ്ക്ക് 1 മണിയോട് പിരിഞ്ഞ് വൈകിട്ട് 3 മണിയോട് കൂടി വീണ്ടും ആരംഭിച്ചു. അതിനിടയിലാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തിയത്. ആ യോഗം ഇതുവരെ പിരിഞ്ഞിട്ടില്ല. അത് ഇപ്പോഴും തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഒരു വിലയിരുത്തലിലേക്ക്, പ്രാഥമിക വിലയിരുത്തൽ എന്ന് എം വി ഗോവിന്ദൻ പറയുന്നുണ്ടെങ്കിൽ അതിനകത്തൊരു വിലയിരുത്തലിലേക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഏതാണ്ട് കടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ഥിതി അതീവ ഗൗരവതരമാണെന്നുള്ള പൊതുവിലയിരുത്തലാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരിക്കുന്നത്. സാങ്കേതികമായിട്ടുള്ള വിലയിരുത്തൽ മാത്രം പോരാ എന്ന അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. കണക്ക് നോക്കി പോകുന്ന പതിവ് ആ ശൈലി ഇനി ഈ തെരഞ്ഞെടുപ്പിൽ പറ്റില്ല എന്നുള്ള നിലപാട് ചില അംഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. കാരണം അന്വേഷിക്കേണ്ടത് കീഴ്ഘടകങ്ങളിൽ നിന്നാണ്. അതുകൊണ്ടാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് താഴെ നിന്ന് പരിശോധിച്ച് മുകളിലേക്ക് വന്ന് അതിനകത്ത് തീരുമാനമെടുക്കും എന്നുള്ളത്. മറയില്ലാതെ സംസാരിക്കാനും മുൻവിധിയില്ലാതെ കേൾക്കാനും നേതൃത്വം തയ്യാറാകണം. അതായത് മറയില്ലാതെ സംസാരിക്കാനും മുൻവിധിയില്ലാതെ കേൾക്കാനും നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഇന്ന് യോഗത്തിൽ തുറന്നു പറഞ്ഞു. കുറച്ച് നേരത്തെ പറയേണ്ടതായിരുന്നു, പക്ഷെ ഇതുവരെ പറഞ്ഞില്ല. ഇന്നിപ്പോ കനത്ത തോൽവി ഉണ്ടതിന് പിന്നാലെ അത് തുറന്ന് പറയുകയാണ് ചെയ്യുന്നത്. പാളിച്ചകൾ തിരുത്തി മുന്നോട്ട് പോകണം എന്ന പൊതു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. പാർട്ടിയുടെ അടിത്തറ നഷ്ടമായ വോട്ടിളക്കമാണ് ഉണ്ടായത്. അതുകൊണ്ട് അണികളെ മനസ്സിലാക്കാൻ നേതൃത്വത്തിന് കഴിയാതിരിക്കുന്ന സാഹചര്യം പരിശോധിച്ച് തിരുത്തി മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായം പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട്. എം വി ഗോവിന്ദന്റെയും പിണറായി വിജയന്റെയും നേതൃത്വവുമായി ബന്ധപ്പെട്ട് ചില വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നിരുന്നാലും പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകണമെന്ന പൊതു അഭിപ്രായം പാർട്ടി നേതൃതലത്തിലുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇപ്പോ പ്രതിപക്ഷ നേതൃ പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്ന KN ബാലഗോപാൽ അടക്കമുള്ളവർ പിണറായി വിജയന്റെ പേര് തന്നെയാണ് അവിടെ പ്രതിപക്ഷ നേതാവ് നേതൃസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളും ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതിന്റെ സ്ഥിരീകരണം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അത് ആ രീതിയിലേക്ക് വാർത്ത നൽകാതിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം തന്നെ പ്രതിപക്ഷ നേതാവാകണമെന്ന പൊതു അഭിപ്രായം പാർട്ടിക്കുള്ളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഇത് വെറുതെ മുകൾ തട്ടിലൂടെ പരിശോധിച്ച് പോയാൽ പോരാ. കാരണം പാർട്ടിയുടെ വോട്ട് ചോർച്ച പാർട്ടിയുടെ കോട്ടകൊത്തളങ്ങളിൽ നിന്നാണ്. ആ കോട്ടകൊത്തളങ്ങളിൽ നിന്ന് വോട്ട് ചോർന്നതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്, എന്തുകൊണ്ട് വോട്ട് ചോർന്നു, നമ്മൾ എങ്ങനെ തോറ്റു എന്നുള്ളത് വിശദമായി പരിശോധിക്കണം എന്നുള്ള ആവശ്യമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇതുവരെ ഉയർന്നു വന്നിട്ടുള്ളത്. യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കുറച്ചുകൂടെ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. യെസ്, എന്തായാലും ഉച്ചയ്ക്ക് തുടങ്ങിയ യോഗം ഇപ്പോഴും തുടരുകയാണ്. എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്ന വിലയിരുത്തലാണ്, അവലോകനമാണ് ആ യോഗത്തിൽ നടക്കുന്നത്. അവലോകന യോഗത്തിന് ശേഷം യോഗത്തിൽ നടന്നതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണ വാർത്താ സമ്മേളനം ഇനി വേറെ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണാം.